ഹലോ എവ്രി വൺ, വെൽക്കം ടു സൻഡീസ് കോർണർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ്. ഇതിനായിട്ട് ഞാനൊരു ജയ്പൂരി പ്രിൻ്റ് വന്നിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് 2.5 മീറ്റർ ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാര്യം നല്ല ലെങ്ത്തിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 2.5 മീറ്ററാണ് ഫാബ്രിക് എടുക്കുന്നത്. നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തി എടുത്തേച്ച് അതിൻ്റെ ഷോൾഡറും ആം ഹോളും സൈഡ് സീമും ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ മെഷർമെൻറ്റ് എടുക്കുന്നത് പോലെ മെഷർമെൻറ്റ് എടുത്താലും മതി. ഇതാകുമ്പോൾ എളുപ്പമുണ്ടാവും. നമുക്ക് നല്ല ഫിറ്റായിട്ടുള്ളൊരു അതായത് കറക്റ്റ് ഫിറ്റായിട്ടുള്ളൊരു കുർത്തി എടുത്തിട്ട് ഇതേപോലെ ആം ഹോളും ഷോൾഡറും സൈഡ് സീംസും മാത്രം മാർക്ക് ചെയ്യുക. സൈഡ് സീം സ്ലിറ്റ് സ്റ്റാർട്ടാവുന്നത് വരെ അവിടം വരെ മാർക്ക് ചെയ്യുക. പിന്നീട് നമുക്കതിൻ്റെ ഫുൾ ലെങ്ത്തും താഴെ എത്രയാണോ വിഡ്ത്ത് വേണ്ടത് ആ വിഡ്ത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. സ്ട്രൈറ്റ് കുർത്തി ആയതുകൊണ്ട് ഒത്തിരി വിഡ്ത്തൊന്നും വേണ്ട, ഒരു 12 to 13 അങ്ങനെയൊക്കെ മതിയാവും. പിന്നെ നമുക്ക് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അത് മാർക്ക് ചെയ്യാം. സ്ട്രൈറ്റ് കുർത്തി ആണെങ്കിൽ നമ്മൾ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്നെങ്കിൽ അതേ സെയിം അളവിൽ തന്നെ അങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് 1.5 ഇഞ്ചിലുള്ള ഒരു സീം അലവൻസും കൂടി ഇടാം. അത് നമുക്ക് മടക്കി സ്ലിറ്റ് ആണെങ്കിൽ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് വിട്ടേച്ച് അതിലേയും കൂടി ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്. പിന്നെ മുകളിലേക്കുള്ള എല്ലാ സീം അലവൻസിൻ്റെ അടുത്തും ഞാനൊരു 1.5 ഇഞ്ച് തന്നെ സീം അലവൻസ് കൊടുക്കുകയാണ്. ആം ഹോളിൻ്റെ അവിടെ എല്ലാം നമ്മളൊന്നും കൂടി ഒരു 1.5 സീം അലവൻസ് കൊടുത്തേച്ച് നമുക്ക് ആ ഒരു പോയിൻറ്റ്സും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതിന് നമ്മളൊരു വൈഡ് ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ആം ഹോളിന് അവിടെ നിന്ന് അകത്തേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വേണ്ടത്. 0.5 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സീം അലവൻസ് ആണ്. അപ്പോൾ ചെറിയൊരു ഷോൾഡർ. പിന്നെ നമുക്ക് താഴേക്ക് അതിൻ്റെ നെക്ക് ഡെപ്ത് വരുന്നത് ബോട്ട് നെക്ക് ആയതുകൊണ്ട് 3.5 ആണ്. ഫ്രണ്ടിലും ബാക്കിലും സെയിം ഡെപ്ത് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്കത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു ബോക്സ് ആക്കി വെച്ച് നമുക്ക് ആ ബോട്ട് നെക്ക് അതിൽ ഡ്രോ ചെയ്തെടുത്തേച്ച് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ഞാൻ ഇതിന് ലൈനിങ് വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു ഫേസിങ് കട്ട് ചെയ്ത് വെച്ച് നമുക്കതിൻ്റെ നെക്ക് അതുപോലെ ഫിനിഷ് ചെയ്യാം. ഇതേപോലെ ഒരു ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഫേസിങ് ഫാബ്രിക്കിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ച് നമുക്ക് ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് എക്സ്ട്രാ വരുന്ന ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേച്ച് അതൊന്ന് തിരിച്ചിട്ടേച്ച് നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഫേസിങ്ങിനെ നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു നെക്കിനൊരു സ്റ്റൈലിങ്ങും കൂടി വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു 2 ഇഞ്ച് വിട്ടിട്ട് നമുക്കിങ്ങനെ റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഹാഫ് സർക്കിൾ നെക്കിൻ്റെ അത്രയും ഇതിൽ നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കതിനൊരു ഹാഫ് സർക്കിൾ പോലെ അതിനെ ഒന്ന് ഡ്രോ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു റൗണ്ടിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു റൗണ്ടിൽ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തേച്ച് അതിനൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നെക്കിന് കുറച്ച് വിഡ്ത്തിലുള്ളൊരു സ്റ്റിച്ചും കൂടി വരുമ്പോൾ ഒരു സ്റ്റൈലിങ്ങും ആയി, പിന്നെ നമ്മൾ അവിടെ ആ ഫേസിങ് അവിടെ ഫിക്സ് ആയിരിക്കുകയും ചെയ്തോളും. അങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കിനും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ബാക്ക് നെക്കിന് ചെയ്യുമ്പോൾ നമ്മൾ 2 ഇഞ്ച് ചെയ്യുന്നില്ല, നമ്മൾ 1 ഇഞ്ച് ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട് നെക്കിൽ 2 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഇപ്പം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് കൊടുത്തതേ ഉള്ളൂ, പക്ഷേ അതൊരു ഭംഗിയായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ട് ബാക്കിലും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ ചെറിയ വിഡ്ത്തിലും ഫ്രണ്ടിൽ വലിയ വിഡ്ത്തിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യാം.
ഞാനിത് സ്ലീവ്ലെസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഞാനത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് സ്ലീവിനെ ഫിനിഷ് ചെയ്യാൻ പോകണം. അതിനായിട്ട് നമ്മൾ ബയാസിൽ ഒരു 2 ഇഞ്ച് വിഡ്ത്തിലുള്ളൊരു ഫാബ്രിക് ബയാസിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിനെ നടുവേ ഫോൾഡ് ചെയ്ത് വെച്ച് ആ ഒരു ബയാസ് പീസിനെ കറക്റ്റ് സെൻറ്ററിലൂടെ ഫോൾഡ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ആം ഹോളിൽ കൂടെ ഇതേപോലെ ഫുള്ള് ഫ്രണ്ടും ബാക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ മറിച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആം ഹോള് മീൻസ് നമ്മുടെ സ്ലീവ്ലെസ് ആയതുകൊണ്ട് അതിനെ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്ക് കഴിഞ്ഞു, ഷോൾഡർ ജോയിൻ ചെയ്തു, ആം ഹോളും ചെയ്തു. ഇനി നമുക്ക് സൈഡ് സീംസ് ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് സീം നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ വരെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്ലിറ്റും ഞാൻ ഇതേപോലെ ഇപ്പോൾ നെക്കിന് നമ്മൾ ഒരു 2 ഇഞ്ച് വിഡ്ത്തിലാണല്ലോ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സ്ലിറ്റിൻ്റെ അവിടെ ഞാൻ കുറച്ച് വിഡ്ത്തിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് നമ്മൾ സ്ലിറ്റ് ചെയ്യാറ്. ഇത് കുറച്ച് വിഡ്ത്ത് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത്ര എക്സ്ട്രാ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടായിരുന്നു ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് അതിന് മാത്രം കിട്ടും. ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വീതിക്ക് അടിക്കാൻ മാത്രം കിട്ടും. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല വിഡ്ത്തിലെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ. ഇനി നമുക്കതിൻ്റെ താഴ്ഭാഗം നിങ്ങൾക്ക് നല്ല ലെങ്ത്തിലാണ് ഫാബ്രിക്, നിങ്ങൾക്ക് ആവശ്യത്തിന് ലെങ്ത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്യാനുള്ള ലെങ്ത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ എക്സ്ട്രാ ഫാബ്രിക് വെക്കണ്ട. എനിക്ക് ഫോൾഡ് ചെയ്യാനുള്ള ലെങ്ത്ത് ഇല്ലായിരുന്നു, എനിക്ക് കറക്റ്റ് ലെങ്ത്തിലായിരുന്നു ഫാബ്രിക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് താഴ്ഭാഗം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ഇഞ്ച് വിഡ്ത്തിലുള്ള എക്സ്ട്രാ ഫാബ്രിക് എടുത്തേച്ച് ആ ഫാബ്രിക്കിനെ ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടാണ് ഹെം ലൈൻ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ എക്സ്ട്രാ ഫാബ്രിക് വെച്ചേച്ച് താഴ്ഭാഗത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം നമ്മൾക്കൊരു ചെറിയൊരു കേവായിട്ട് കൊടുക്കാം. നമ്മൾ നോർമലി സ്ലിറ്റിൻ്റെ ഒക്കെ സൈഡിൽ നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് കേവ് ചെയ്ത് കട്ട് ചെയ്യുമല്ലോ, ആ ഒരു ഇത് കട്ട് ചെയ്യുന്നതിനും നമുക്ക് ഇതേപോലെ കേവ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ആ കേവ് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ നമ്മുടെ ഹെമ്മിൻ്റെ വിഡ്ത്തിനെക്കാട്ടിലും ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ആണ് നമ്മൾ ആ ഫേസിങ്ങിന് വെക്കുന്ന എക്സ്ട്രാ ഫാബ്രിക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ആ 2 സൈഡിലും എക്സ്ട്രാ നിൽക്കുന്നത് പോലെ ആണ് ഇത് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ആ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം നമുക്കിനി അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചേച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ആ ഒരു റോ എഡ്ജ് അവിടെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഒരു 1 ഇഞ്ച് 2 സൈഡിൽ നിൽക്കുന്നത് പോലെ ഉള്ള ഒരു ലെങ്ത്തിൽ വേണം ഫാബ്രിക് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ 2 സൈഡും അങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് അതിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേൽഭാഗത്തും സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനെ അങ്ങ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 1 സെൻറ്റിമീറ്റർ അകത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചേച്ച് മേളിൽ കൂടെയും ഒരു സ്റ്റിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു 1 സെൻറ്റിമീറ്റർ മാത്രം ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാനിതൊരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റിൻ്റെ കൂടെയാണ് പെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് സ്കിന്നി ഫിറ്റ് ജീൻസിൻ്റെ കൂടെയോ പലാസോയുടെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്തിടാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു കേരളത്തിലൊരു കാലാവസ്ഥയ്ക്കൊക്കെ പറ്റിയ കോട്ടൺ മെറ്റീരിയലൊക്കെ ആയതുകൊണ്ട് പറ്റിയൊരു ടോപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഒരു ബൈ ആൻഡ് ടേക്ക് കെയർ.